പ്രിയ സജ്ജനങ്ങൾക്ക് കർണാമൃതം ഒരു ദേവതാ സംഗമവേദിയിലേക്ക് സുസ്വാഗതം. ഇന്ന് കർണാമൃതത്തിലേക്ക് നമുക്ക് കഥ പറഞ്ഞു തരാനായി എത്തുന്നത് നമ്മുടെ പ്രിയങ്കരിയായ വിശാലാക്ഷിജിയാണ്. വിശാലാക്ഷിജിയെ ഞാൻ സ്നേഹത്തോടെ കർണാമൃതത്തിലേക്ക് കഥ പറയുന്നതിന് വേണ്ടി ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാ പ്രിയമിത്രങ്ങളും കഥ കേൾക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. അപ്പോൾ നമുക്കായി വിശാലാക്ഷിജി കഥ ആരംഭിക്കുകയാണ്. നമസ്തേ. ഇന്ന് കർണാമൃതത്തിലേക്ക് ഞാനാണ് ഒരു കഥ പറയുന്നത്. എൻ്റെ പേര് വിശാലാക്ഷി, കോഴിക്കോട്. എൻ്റെ കഥയുടെ പേര് അർജുന വിഷാദം. എല്ലാവർക്കും അറിയുന്ന കഥയാണ്, ഗീതയിലുള്ള ഒരു ചെറിയൊരു ഭാഗം. എൻ്റെ കഥ തുടങ്ങട്ടെ. ധൃതരാഷ്ട്രർ ചോദിക്കുന്നു സഞ്ജയനോട്, ധർമ്മത്തിൻ്റെ വിളനിലമായ കുരുക്ഷേത്രത്തിൽ യുദ്ധോത്സുകരായി മുഖാമുഖം നേരിട്ടെതിർത്ത എൻ്റെ സൈനികരും പാണ്ഡവന്മാരും എന്തെല്ലാമാണ് ചെയ്തത്? പറയൂ സഞ്ജയ. സഞ്ജയൻ മറുപടി പറഞ്ഞു. പാണ്ഡവരുടെ സൈന്യവ്യൂഹത്തെ കണ്ട ദുര്യോധന രാജാവ് ദ്രോണാചാര്യരെ സമീപിച്ചുകൊണ്ട് പറഞ്ഞു, ആചാര്യ, അങ്ങയുടെ ശിഷ്യനും ബുദ്ധിമാനും ദ്രുപദപുത്രനുമായ ദൃഷ്ടദ്യുമ്നൻ അണിനിരത്തിയ പാണ്ഡവ സൈന്യവ്യൂഹത്തെ നോക്കൂ. യുദ്ധത്തിൽ ഭീമനോടും അർജുനനോടും തുല്യന്മാരും വില്ലാളി വീരന്മാരുമായ പലരും ആ സൈന്യത്തിലുണ്ട്. സാത്യകി, വിരാടൻ, ദ്രുപദൻ, ദൃഷ്ടകേതു, ചേയിതാനൻ, കാശിരാജാവ്, പുരുജിത്ത്, കുന്തിഭോജൻ, ശൈബ്യൻ, യുധാമന്യു, ഉത്തമൗജസ്, സുഭദ്രയുടെ മകനായ അഭിമന്യു, പാഞ്ചാലീപുത്രന്മാരായ പ്രതിവിദ്യൻ, സുതസോമൻ, ശ്രുതകർമാവ്, ശതാനികൻ, ശ്രുതസേനൻ, ഇവരെല്ലാം പാണ്ഡവപക്ഷത്തിലെ മഹാരഥന്മാരായ പലരിൽ ചിലർ മാത്രമാണ്. ഇനി നമ്മുടെ സേനയിലെ പ്രധാനികളെയും അങ്ങയുടെ ഓർമ്മയ്ക്കായി കൊണ്ട് മാത്രം ഞാൻ പറഞ്ഞു തരാം. അങ്ങ് ഭീഷ്മർ, കർണൻ, യുദ്ധത്തിൽ എപ്പോഴും ജയിക്കുന്ന കൃപാചാര്യർ, അങ്ങയുടെ മകനായ അശ്വത്ഥാമാവ്, എൻ്റെ അനുജൻ വികർണൻ, ഭൂരിശ്രവസ്, എൻ്റെ സോദരീ ഭർത്താവായ ജയദ്രഥൻ, ഇവരും മറ്റു പലരും എല്ലാവിധ ആയുധപ്രയോഗങ്ങളും അറിയുന്നവരും മഹാരഥന്മാരും ശൂരന്മാരും എനിക്ക് വേണ്ടി മരിക്കാൻ പോലും മടിക്കാത്തവരുമാണ്. ഭീഷ്മരുടെ രക്ഷയിലുള്ള നമ്മുടെ സൈന്യം 11 അക്ഷൗഹിണിയുള്ളതിനാൽ അപരിമിതമാണ്. വെറും 7 അക്ഷൗണി മാത്രമുള്ളതും ഭീമൻ രക്ഷിച്ചു കൊണ്ടിരിക്കുന്നതുമായ പാണ്ഡവ സൈന്യം നമ്മെ ജയിക്കാൻ കഴിവുള്ളതല്ല. അത് വളരെ പരിമിതമാണ്. നമ്മുടെ സൈന്യത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാനുള്ള എല്ലാ സ്ഥാനങ്ങളിലും നിന്നുകൊണ്ട് നിങ്ങളെല്ലാവരും ഭീഷ്മരെ തന്നെ വളരെ കരുതലോടെ എപ്പോഴും രക്ഷിച്ചു കൊണ്ടിരിക്കണം. ഇങ്ങനെ ദുര്യോധനൻ പറഞ്ഞപ്പോൾ കുരുവൃദ്ധനായ ഭീഷ്മപിതാമഹൻ അങ്ങയുടെ മകന് സന്തോഷം വരുമാറ് ഉച്ചത്തിൽ സിംഹനാദം ചെയ്തുകൊണ്ട് ശംഖു വിളിച്ചു. അതോടെ ശംഖ്, പെരുമ്പറ, പണവം, ആനകം, ഗോമുഖം മുതലായ വാദ്യങ്ങളെ ഇരു സൈന്യങ്ങളിലുമുള്ളവർ മുഴക്കാൻ തുടങ്ങി. ആ ശബ്ദകോലാഹലം യുദ്ധക്കളം മുഴുവൻ മറ്റൊലിക്കൊണ്ടു. അനന്തരം വെള്ളക്കുതിരകളെ പൂട്ടിയ വലിയ തേരിൽ നിന്നുകൊണ്ട് ശ്രീകൃഷ്ണനും അർജുനനും ദിവ്യങ്ങളായ ശംഖുകളെ വിളിച്ച് ഋഷികേശനായ, ഇന്ദ്രിയങ്ങളുടെ നിയന്താവായ ഭഗവാൻ, ഋഷികേശനായ ഭഗവാൻ പാഞ്ചജന്യത്തെയും ധനഞ്ജയൻ ദേവദത്തത്തെയും യുദ്ധത്തിൽ ഭയങ്കര കർമ്മങ്ങളെ ചെയ്യുന്ന ഭീമസേനൻ പൗണ്ഡ്രം എന്ന മഹാശംഖത്തെയും മുഴക്കി. യുധിഷ്ഠിരൻ അനന്ത വിജയത്തെയും നകുലൻ
സുഘോഷത്തെയും സഹദേവൻ മണിപുഷ്പകമെന്ന ശങ്കിനെയും വിളിച്ചു. വില്ലാളി വീരനായ കാശിരാജാവ്, മഹാരഥനായ ശിഖണ്ഡി, ദൃഷ്ടദ്യുപ്നൻ, വിരാടരാജാവ്, സാത്യകി, ദ്രുപദൻ, പാഞ്ചാലിപുത്രന്മാർ, അഭിമന്യു എന്നിവരും അവരവരുടെ ശംഖുകളെ വീണ്ടും വീണ്ടും ഉച്ചത്തിൽ വിളിച്ചു. പാണ്ഡവസേനയിലുള്ളവരുടെ ആ ശംഖനാദം ഭൂമിയെയും ആകാശത്തെയും മറ്റൊലിക്കൊള്ളിച്ചുകൊണ്ട് അങ്ങയുടെ പുത്രന്മാരുടെ ഹൃദയങ്ങളെ പിളർന്നു. മാരുതിയാകുന്ന കൊടിയടയാളത്തോടു കൂടിയ അർജുനൻ യുദ്ധസന്നദ്ധമായി നിൽക്കുന്ന ധാർത്തരാഷ്ട്രന്മാരെ കണ്ടതോടെ വില്ലുയർത്തിപ്പിടിച്ചുകൊണ്ട് സാരഥിയായ ശ്രീകൃഷ്ണനോട് പറഞ്ഞു: ഭഗവാനെ, 2 സൈന്യങ്ങളുടെയും മധ്യത്തിൽ എൻ്റെ തേരൊന്നു കൊണ്ടു നിർത്തിയാലും. ദുർബുദ്ധിയായ ദുര്യോധനന്റെ പ്രിയത്തിനായി യുദ്ധത്തിനൊരുങ്ങി വന്നവർ ആരെല്ലാമാണെന്ന് ഞാനൊന്ന് നല്ല പോലെ നോക്കിക്കാണട്ടെ. അർജുനന്റെ അപേക്ഷയെ മാനിച്ച് ഭഗവാൻ 2 സൈന്യങ്ങൾക്കും നടുവിൽ ഭീഷ്മദ്രോണാദികൾക്ക് അഭിമുഖമായി തേരിനെ കൊണ്ടു നിർത്തി. പാർത്ഥ യുദ്ധത്തിന് വന്ന കൗരവരെ നോക്കിക്കൊണ്ടാലും എന്ന് അരുളി ചെയ്തു. അർജുനൻ 2 സൈന്യങ്ങളിലും തനിക്ക് അടുത്ത ബന്ധുക്കളായ പലരെയും കണ്ടു. അച്ഛൻ്റെയും മുത്തച്ഛൻ്റെയും സ്ഥാനത്തുള്ളവർ, ആചാര്യന്മാർ, അമ്മാമന്മാർ, സഹോദരന്മാർ, പുത്രന്മാർ, പൗത്രന്മാർ, ഭാര്യാപിതാക്കന്മാർ, സ്നേഹിതന്മാർ എന്നിവരുടെ നിലയിലുള്ള പലരെയും കണ്ടു. അതോടെ അർജുനൻ വല്ലാത്ത ദയയ്ക്ക് അടിമപ്പെടുത്തവനായി തീർന്നു. വിഷാദഭക്തനായി ഭഗവാനോട് പറയാൻ ആരംഭിച്ചു: ഭഗവാനെ കൃഷ്ണ, യുദ്ധസന്നദ്ധരായി വന്നിരിക്കുന്ന ഈ സജ്ജനങ്ങളെ കാണുമ്പോൾ എൻ്റെ ശരീരം തളരുന്നു, വായ വരളുന്നു, ദേഹത്തിൽ രോമാഞ്ചവും വിറയലും അനുഭവപ്പെടുന്നു, ഗാണ്ഡീവം വില്ല് കയ്യിൽ നിന്ന് ഊർന്നു വീഴുന്നു, ശരീരത്തിലെ തൊലി ചുട്ടുനീറുന്നു, ശരിക്കും നിൽക്കാൻ പോലും എനിക്ക് സാധിക്കുന്നില്ല. എൻ്റെ മനസ്സ് വല്ലാതെ ഭ്രമിക്കുന്നു. അനേകമനേകം ദുർനിമിത്തങ്ങളെയും ഞാൻ കാണുന്നു. സജ്ജനങ്ങളെ യുദ്ധത്തിൽ കൊല്ലുന്നത് കൊണ്ട് യാതൊരു ശ്രേയസ്സും ഞാൻ കാണുന്നില്ല. എനിക്ക് ജയവും വേണ്ട, രാജ്യവും വേണ്ട. ഞങ്ങൾക്ക് രാജ്യം കൊണ്ടോ സുഖാനുഭവങ്ങളെ കൊണ്ടോ ജീവിതം കൊണ്ടു തന്നെയോ എന്തു പ്രയോജനമാണ് ഉണ്ടാകാൻ പോകുന്നത്? ആർക്കു വേണ്ടിയാണോ നമ്മൾ രാജ്യത്തെയും ഭോഗങ്ങളെയും സുഖത്തെയും ആഗ്രഹിക്കുന്നത്, ആ ഗുരുനാഥന്മാരും പിതൃസ്ഥാനീയരും പുത്രന്മാരും പിതാമഹന്മാരും അമ്മാമന്മാരും ഭാര്യാപിതാക്കന്മാരും പൗത്രന്മാരും ഭാര്യാസോദരന്മാരും സോദരീ ഭർത്താക്കന്മാരും ബന്ധുക്കളുമായ ഇവരെല്ലാം ധനത്തെയും പ്രാണനെ തന്നെയും ത്യജിക്കാൻ തയ്യാറായിട്ടാണ് യുദ്ധത്തിനൊരുങ്ങി നിൽക്കുന്നത്. ത്രൈലോക്യാധിപത്യം തന്നെ കിട്ടുമെന്ന് വന്നാൽ പോലും ഞാൻ ഇവരെ കൊല്ലാൻ ഉദ്ദേശിക്കുന്നില്ല. പിന്നെയല്ലേ ഈ നിസ്സാരമായ രാജ്യത്തിന് വേണ്ടിയിട്ട്? ധൃതരാഷ്ട്രപുത്രരായ ഇവരെ കൊന്നിട്ട് നമുക്ക് എന്തു പ്രീതിയാണ് ഉണ്ടാകുക? ദുര്യോധനാദികൾ ആതതായികളാണെങ്കിൽ കൂടി അവരെ കൊന്നാൽ പാപമാണ് നമ്മളെ ബാധിക്കുക. ആഹാരത്തിൽ വിഷം ചേർത്ത് കൊടുക്കുന്നവർ, ഗൃഹത്തിന് തീ വയ്ക്കുന്നവർ, ആയുധം ധരിച്ചു കൊല്ലാൻ വരുന്നവർ, ധനത്തെ അപഹരിക്കുന്നവർ, ഭാര്യയെയും കൃഷിസ്ഥലത്തെയും തട്ടിപ്പറിക്കുന്നവർ, ഈ 5 കൂട്ടരാണ് ആതതായികൾ. അതിനാൽ ബന്ധുക്കളായ ഈ ധാർത്തരാഷ്ട്രന്മാരെ നമ്മൾ കൊല്ലുന്നത് ശരിയല്ല. സ്വജനങ്ങളെ കൊന്നാൽ നമുക്കെങ്ങനെയാണ് സുഖികളായി തീരാൻ കഴിയുക? ലോഭം മൂലം വിവേകം തീരെ നഷ്ടപ്പെട്ട അവർ കുലം ക്ഷയിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന ദോഷത്തെയും മിത്രദ്രോഹം കൊണ്ട് സംഭവിക്കാൻ പോകുന്ന പാപത്തെയും
അറിയുന്നില്ലെങ്കിലും കുലം ക്ഷയിച്ചാലുണ്ടാകുന്ന ഭവിഷ്യത്തിനെ നല്ലപോലെ അറിയുന്ന നമ്മൾ ഈ പാപകർമ്മത്തിൽ നിന്നും നിവർത്തിക്കാൻ ശ്രമിക്കാതിരിക്കുന്നത് ഉചിതമാണോ? ഈ പാപകർമ്മത്തിൽ നിന്ന് നിവർത്തിക്കാൻ ശ്രമിക്കാതിരിക്കുന്നത് ഉചിതമാണോ? കുലം നശിച്ചാൽ പരമ്പരയായി ആചരിച്ചു വരുന്ന കുലധർമ്മങ്ങളും നശിക്കും. ധർമ്മം നശിച്ചാൽ എങ്ങും അധർമ്മം വ്യാപിക്കും. അധർമ്മം ബാധിച്ചാൽ കുലസ്ത്രീകൾ ദുഷിക്കും. സ്ത്രീകൾ ചാരിത്ര്യം നഷ്ടപ്പെട്ട് ദുഷ്ടകളായി തീർന്നാൽ ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ എന്നീ 4 വർണ്ണങ്ങളും അവയുടെ ധർമ്മങ്ങളും പരസ്പരം കൂടിക്കലരലാകുന്ന വർണ്ണസങ്കരവും സംഭവിക്കും. വർണ്ണസങ്കരം കുലത്തെയും കുലധർമ്മത്തെയും നശിപ്പിച്ചവരെ നിത്യനരകത്തിലാഴ്ത്തുമെന്നതിൽ സംശയമില്ല. അങ്ങനെ കുലത്തിൻ്റെ നാശത്തിന് കാരണമായി തീരുന്നവൻ്റെ പിതൃക്കൾ ശ്രാദ്ധത്തിലെ പിണ്ടം, ത്രിലോദകം എന്നിവ ലഭിക്കാത്തതിനാൽ പിതൃലോകത്തിൽ നിന്ന് അധപ്പതിക്കും. വർണ്ണമിശ്രിതത്തെ ഉണ്ടാക്കി കുലധർമ്മത്തെ നശിപ്പിക്കുന്ന പാപികളുടെ ശാശ്വതങ്ങളായ കുലധർമ്മങ്ങളും ജാതിധർമ്മങ്ങളും നശിക്കും. കുലധർമ്മങ്ങളുടെ നാശത്തിന് കാരണക്കാരായ മനുഷ്യർക്ക് നിത്യനരകവാസമാണ് അനുഭവമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. രാജ്യസുഖത്തിലുള്ള ലോഭം കൊണ്ട് എത്ര വലിയ പാപമാണ് ഞാൻ ചെയ്യാൻ ഒരുമ്പെട്ടത്. കഷ്ടം തന്നെ. ആയുധം വെടിഞ്ഞവനും എതിർത്ത് യുദ്ധം ചെയ്യാത്തവനുമായ എന്നെ കൊല്ലുകയാണെങ്കിൽ അതായിരിക്കും എനിക്ക് കൂടുതൽ ക്ഷേമമെന്ന് ഞാൻ വിചാരിക്കുന്നു. മഹാരാജാവേ, ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വില്ലും ശരങ്ങളും താഴെയിട്ട് യുദ്ധക്കളത്തിൽ വിഷാദ വ്യാകുല ചിത്തനായ അർജുനൻ തേർത്തട്ടിൽ ഇരുന്നു. മിത്രങ്ങളെ, എൻ്റെ കഥ നിർത്തട്ടെ. നമസ്കാരം.